എന്താ നിന്നുപോയത്? വെള്ളം ഉണ്ടോ ഒത്തിരി കിട്ടാൻ? ഈ വെളുപ്പാങ്കാലത്തോ? ദാഹിച്ച കുടിക്കണ്ടേ? ഇത്തിരി നടന്ന പഞ്ചായത്ത് കിണറുണ്ട്, കോരി കുടിച്ചാട്ടെ. അതിപ്പോ ഇഷ്ടമുള്ള കിണറ്റിന്ന് കോരി കുടിച്ചാലല്ലേ ദാഹം മാറൂ. ഞാനങ്ങ് വരട്ടെ. ചെണ്ടേ, നേരെ ഒന്ന് വെളുത്തോട്ടടാ. കൂട്ടുകാര് കടവത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ഉള്ള നേരത്തെ കര പറ്റാൻ നോക്ക്. അതെ, രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് ചെണ്ടപ്പുറത്ത് വീക്കിയ കാശ കൊണ്ടുപോയി അരി മേടിക്കട്ടെ സരസു. എന്റെ കുഞ്ഞിരാമേട്ടാ, ഞാനെന്താ അയാളെ പിടിച്ചു പറിച്ചോ? നിന്റെ ഈ ചിരി മതിയല്ലോ. പലചരക്ക് കച്ചവടക്കാരൻ മാത്തച്ഛൻ ഇപ്പൊ ഇരുന്ന് ഈച്ചയാട്ടുക. അയാളുടെ കച്ചവടം പൊളിപ്പിച്ചതേ നിന്റെ ഈ ചിരിയാ. ഞാൻ കക്കാനും ഓടിക്കാനൊന്നും പോണില്ലല്ലോ. നിങ്ങളെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഗുരുവായൂരിന്ന് കട്ടുമുടിച്ച് രാഖിരാമായണം തടിതപ്പിയ കഥ ഇവിടെ പാട്ടാ. തൃശ്ശൂരും മേക്കാട്ടുമനയ്ക്കലെ ആനയുടെ കൊമ്പ് മുറിച്ച് വിറ്റ കഥയും ഇവിടെ എല്ലാവർക്കും അറിയാം. തെളിവുണ്ടാ? തെളിവ് വരാൻ ഞാനെന്താ പോലീസാ? ഇപ്പൊ ആനയില്ലാണ്ട് തോട്ടിയും പടിയും കഷത്ത് വെച്ചുള്ള നടപ്പ് തന്നെ തെളിവല്ലേ? അത് ഞാൻ സഹിച്ചു. നീ നോക്കിക്കോ, പുത്തമ്പുരക്കിൽ അപ്പുട്ടനായർ വാങ്ങണ ആനയും കൊണ്ട് ഞാൻ ഈ വഴി വരും. അപ്പൊ ഒരു ആനവാലും താന്നും പറഞ്ഞ നീ വാ. ഇയ്യ, അപ്പുട്ടനായര് ആനയെ വാങ്ങും, കുഴിയാനയായിരിക്കും. അത് നിന്റെ തന്ത. ഒരാനവാലി വരുവോ? ആനകളാ പോടെ പട്ടി അവിടുന്ന്. അവലുകൊള്ളൂ. വെറുതെ അല്ലടാ നിന്റെ അമ്മായിക്ക് എൻറ്റി ചാടി ചത്തത്. പക്ഷെ ആനവാല് ഒരെണ്ണം മതി. വേണ? അയ്യോ വേണ്ടേ? ഓ, അത് വേണ്ട. ആ, ഒരു വല്ലാത്ത വാലാണ്. തങ്കപ്പ ഒരു ചായ. നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറെ പിശാശുക്കളുണ്ട് ഇവിടെ. എന്തോരം ആൾക്കാർ തൃശ്ശൂർ പൂരം കാണാൻ പോണു, വെടിക്കെട്ട് അപകടത്തിൽ ചാവണു. യോഗം വേണ്ടേ? ഇവനൊക്കെ ആനയെ കൊണ്ട് വേണം ചവിട്ടിക്കാൻ. തനിക്ക് ആരോടാ ഇത്ര അരിശം? കുറെ കവലനിരങ്ങിയില്ലേ ഇവിടെ. അവർക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്. ഞാൻ എന്താ അവരുടെ കളിക്കുട്ടിയാ? ആരെ ആനയില്ലാണ്ട് താൻ എന്തിനാ ഈ തോട്ടിയും വടിയും കൊണ്ട് നടക്കണേ? എനിക്ക് മനസ്സുണ്ടായിട്ട്. നിങ്ങൾ എന്തിനാ പാനിയും പോക്കറ്റിട്ട് നടക്കണേ? ഞാൻ ക്ലർക്കാ, മനസ്സിലായോ? പേന കൊണ്ട് പണിയെടുക്കുന്നവൻ. ആ, എന്റെ പണി ആയതാ ഇത്. അല്ലാണ്ട് ആനക്കാരൻ കൈക്കോട്ട് കൊണ്ടുകൊടുക്കാൻ പറ്റോടോ? അതെ, അപ്പുക്കുട്ടൻ നായര് ആനയെ വാങ്ങോ? എന്താ സംശയം? വാങ്ങും. പുത്തമ്പുരക്കാർക്ക് അതിനുള്ള കഴിവില്ലേ? അങ്ങേരുടെ മരുമക്കളും ബന്ധുക്കളും വെറുതെ സിസർ വലിച്ചു കളയണ കാശുണ്ടെങ്കിൽ മാസാമാസം ഓരോ ആനേനെ വാങ്ങാം. എന്നിട്ട് എന്തേ വാങ്ങാത്തെ? അത് ചിലര് വെറുതെ ഇടങ്കോലിട്ടാ. അതെനിക്കറിയാം, അസൂയ. ഡോ, ഇയാളോട് ഞാൻ ഉള്ളത് പറയട്ടെ. എനിക്ക് ഗുണമുള്ള കാര്യ. അതെ, ഒന്ന് മാറിന്നേ. ഈശ്വരന്റെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പുഷ്പത്തിന്റെ പേര് പറയൂ. മുരുക്കും പൂവ്. മുരുക്കും പൂവ്. രക്തവർണം, മേനിമുള്ള ദുർഗന്ധം. തനിക്ക് ആന വാഴില്ല, ആന പിണ്ടം വാഴും. താനെ കാര്യം നോക്കടോ. എന്റെ ആനയ്ക്ക് മതം പൊട്ടിന്ന് കേട്ടിട്ടുണ്ട്. ആന പാപ്പാനെ മതം പൊട്ടി കാണുന്നത് ആദ്യമായിട്ടാ. താനിത് എവിടെ പോയി ഇറങ്ങ? അങ്ങനെ ചോദിച്ചാ ഈ വടിയും തോട്ടിയും കക്ഷത്തിൽ വെച്ച് എത്ര നേരം വെച്ചാ കുത്തിരിക്കുക? അതാ പറയണ മേലിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ. ആനയെ മാത്രമേ നോക്കുള്ളൂ എന്ന് വെച്ചാ കഷ്ട. ആനക്കാരെ ആനയല്ലാണ്ട് പന്നി നോക്കാൻ പറ്റുമോ? ഇതേ ആനയെ വാങ്ങാന്ന് പറയല്ലാണ്ട് വാങ്ങണോ ഇട്ടോ കാണൂല. അല്ല, എന്താ വിചാരിച്ചിരിക്കുന്നത്? വാങ്ങാം എന്ന് ഒരാന ഉണ്ടെങ്കിൽ എന്താ വരുമാനം എന്നാ കരുതിയേ? തടി പിടിക്കാൻ പോയാ ചില്ലറ കാശ. പിന്നെ അമ്പലത്തില് ഉത്സവങ്ങള്, ശീവേലിക്ക് ആനകൾ നിരക്കുമ്പോ ആളുകൾ ചോദിക്കും ആ കോലം മേറ്റിരിക്കണ ആന ആരുടെയാന്ന്. കുഞ്ഞിരാമന്റെ എന്നല്ല പറയാ, പുത്തമ്പരക്കിലെ അപ്പൂട്ടനായരുടെന്നാ. മോശാതാ. ദേ, കുത്തിത്തിരിപ്പുകാര് പലരും ഉണ്ടാവും. അത് അസൂയ, എന്നോടും ഇവിടത്തോടും. നമുക്ക് ആലോചിച്ച് ചെയ്യാം. ആലോചന തുടങ്ങിയിട്ട് കൊല്ലമൊന്നു കഴിഞ്ഞു. എന്നെ ഇപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് വിളിക്കാഞ്ഞിട്ടല്ല, ഗുരുവായൂരിന്ന് വീണ്ടും ആളെ പറഞ്ഞയച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു.
പുത്തമ്പുരക്കിലെ അപ്പുട്ടനാരുടെ ആനയും കൊണ്ട് ഈ നാട്ടിൽ നടക്കണമെന്ന് എന്റെ ഒരു വാശിയാ. എന്തേ? എന്തിനും അതിൻ്റെതായ സമയവും കാലമുണ്ട് ഇല്ലേ? അതോ അധികം വൈകാണ്ട് വാങ്ങാം. താൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാ, ആ കുട്ടപ്പനാശാരിയോടൊന്ന് വരാൻ പറയാ. തൊഴുത്ത് വടക്ക് ഭാഗത്തേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു പണിക്കര്. 2 നല്ല പശുക്കളെയും നോക്കണം. തൊഴുത്തിന്റെ സ്ഥാനം മാറ്റിയ നാൽക്കാലികൾ വാഴൂന്നാ പറഞ്ഞേ. പിന്നെ കുഞ്ഞിരാമന് കുട്ടിയിരുന്ന് മുഷിയേം വേണ്ട. അവറ്റുങ്ങളെ തീറ്റയും കുളിപ്പിക്കുകയും ഒക്കെ ആവാലോ. ഞാനോ? പശുക്കളെ നോക്ക്, ഒരാനക്കാരനാ ഞാൻ. ജാനയമ്മ ഈ പറഞ്ഞത് കേട്ടുവോ? കേട്ടു. ആനയില്ലാത്തടത്ത് എന്തിനാ ആനക്കാരൻ? ആനയെ നോക്കണമെങ്കിൽ ആനയുള്ളിടത്ത് പോവാ, അല്ലാണ്ട്. തൊഴുത്തുപ്പ് എങ്ങടാ മാറ്റണെന്ന് പറഞ്ഞേ? ഒന്ന് നോക്കട്ടെ ഞാൻ. താനിതെങ്ങടാ? ഇങ്ങടല്ലല്ലോ, ഇങ്ങട. എന്തെങ്കിലും വഴി തരുന്നു. വ്യാപാരം സ്തംഭിക്കും. പ്രേമകാര്യങ്ങളിൽ പെട്ടവർക്ക് പ്രതികൂല സമയായി ദശ. അതായത് ധനനഷ്ടം, മാനഹാനി, ആയുർദോഷം, ഫലം എന്ന് പറഞ്ഞ പ്രതിവിധിയൊന്നും ഇല്ലേ പണിക്കരെ? ഉവ്വ്. ചെറുനാരങ്ങയിൽ ഒരു കടുത്ത പ്രയോഗമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല, ചെയ്യിപ്പിച്ചു തരാം. കവിടി നിരത്തി പ്രശ്നം വെച്ചാലേ പ്രതിവിധി ചെയ്യാൻ പറ്റിയ നാൾ തെര്യപ്പെടുത്താനാവൂ. നക്ഷത്രം എന്താ? നക്ഷത്രം സോറി, നക്ഷത്രമില്ല, ഞാൻ പകലാ ജനിച്ചത്. ഡോ, മൂത്തവരെ കളിയാക്കരുത്. ഗുരുത്വദോഷം ഗുളികനേക്കാൾ മോശ. ഇപ്പൊ തന്നെ തനിക്ക് ദൈവാധീനം ഇല്ല, അതാ കണ്ണ് കണ്ടാൽ അറിയാം. ദൈവാധീനം ആണി രൂപത്തിൽ അവിടത്തേക്ക് ആവോളം തന്നിട്ടുണ്ടല്ലോ കാലില്. ഇല്ലേ? മുഹമ്മദ് കാ, എവിടെയാ നിങ്ങളിപ്പോ? ഇമ്മിളി തിരക്കിലാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, ഈ ചേർത്ത രാമനാഥൻ സാറില്ലേ, തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് താമസത്തിന് വരണൂന്ന്. 1 മാസമായിട്ട് അവിടെ കുമ്മായ അടിക്കലും വൃത്തിയാക്കലും പണി. അതിന് അങ്ങൊരു പെൻഷനായ? പിന്നെ ഗ്രഹപ്രവേശത്തിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. നോക്കിയിട്ടുണ്ടോ? അതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിവരമുള്ളവരെ കൊണ്ട് നോക്കിച്ചുണ്ടാവും. പ്രൊഫസർ രാമചന്ദ്രൻ സാറിന്റെ കാര്യമാണോ പറയണേ? ഉവ്വ്. പുത്തമ്പുരക്കിലെ കാര്യസ്ഥരന്റെ ശങ്കുണ്ണിയായിരില്ലേ, അയാളുടെ 2ാമത്തെ മകൻ. നമ്മടെ കുന്നുമ്മല വിലാസിയമ്മയുടെ നായര്. നിന്റെ അമ്മയുടെ നായര്. ഉണ്ണി, ഗുരുവായൂരപ്പാ. എന്താ രാവിലെ തന്നെ കാവില് വന്നിരിക്കണേ? വെറുതെ ഇക്കണ്ട വഴി മുഴുവൻ ചുറ്റാൻ വയ്യ. കാല് ഭൂമിയിൽ തൊടാൻ നിവൃത്തിയില്ല. ആണിയാ, പോരാത്തതിന് മഞ്ഞ് കാലമല്ലേ. മറ്റെന്ത് രോഗമാണെങ്കിലും സഹിക്കാം, ഇത് വയ്യ. വെളിച്ചാവണേന് മുമ്പ് വീട്ടിലെത്തിക്കൊള്ളാവുന്ന അപ്പൂട്ടൻ നായരോട് പറഞ്ഞിട്ടാ ഇന്നലെ രാത്രി ഞാൻ യാത്രയായതേ. ഉറങ്ങിപ്പോയി. അച്ഛനെന്നെ അന്വേഷിച്ചില്ലാലോ. ഹാവൂ, ഇളയത് പോയില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് തോന്നണു. ചെണ്ടക്കാരൊക്കെ പോയി. വരണ വഴി ഞാൻ കണ്ടു. പോട്ടെ. ആന്റി ഇങ്ങോട്ട് പോര്, എനിക്ക് പേടിയാവണു. പേടിയാവണെങ്കി നിന്റെ മമ്മിയുടെ അടുത്ത് പോ. ഇതെവിടെ ഇരുന്നാ കൂന്നെന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരണുള്ളൂ. അർജുനൻ ഫൽഗുനൻ ധനഞ്ജയൻ കിരീടി. അർജുനൻ ഫൽഗുനൻ ധനഞ്ജയൻ പാർത്ഥൻ വിജയൻ പിന്നെ കിരീടിയും. സാറേ, സാറേ. ആരത്? ഭയപ്പെടണ്ട, ഞാനാ ജ്യോതിഷരത്നം നാരായണ പണിക്കർ എന്ന് പറയും. അദ്ദേഹം ഉണ്ടല്ലോ ഇല്ലേ? കാലെന്ത് പറ്റിയതാ? ആണിയാ. ആണിയോ? സ്ക്രൂ ആണിയാ? മുട്ടു, സുഖമില്ലാത്തൊരു കളിയാക്കരുത്. ഹേയ്, സാരമില്ല, കുട്ടിയല്ലേ. ഇങ്ങോട്ട് വരണ വഴി അത്ര നന്നല്ല. താമസവും വെളിച്ചവും ഇല്ലാണ്ടിരുന്ന വീടല്ലേ. ഇഴജന്തുക്കളും പിന്നെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളും ഈ തൊടിയിലാ വാസം. അലഞ്ഞു തിരിയുന്ന ആത്മാക്കളോ? ഭയപ്പെടണ്ട, ഞാനില്ലേ ഇവിടെ. കാലം കോഴിയാ, മരണം വിളിച്ചു വരുത്തണ പക്ഷിയാ. നാളെയോ മറ്റന്നാളോ ഒരു മരണം ഉറപ്പാ. ഈ ഭാഗത്ത് ആരാ മരിക്കാനുള്ളത്? കണിയാൻ കുട്ടനുണ്ട്. ജാതകവശാൽ കാളിത്തള്ള അടുത്തെങ്ങും പോവില്ല. പിന്നെ ആരാ? ഞാൻ മരിക്കോ? എന്ന് പറഞ്ഞ മിണ്ടാണ്ടിരിക്കോ, കുട്ടികളെ പേടിപ്പിക്കാൻ. ജ്യോതിഷരത്നം നാരായണ പണിക്കർ വന്നിരിക്കുന്നു പറയൂ അച്ഛനോട്.
അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ ധനഞ്ജയൻ പിന്നെ കിരീടിയും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ പിന്നെ അർജുനൻ ഫൽഗുനൻ. ആരാ? ഓ, താനായിരുന്നു. ജ്യോതിഷരത്നം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അറിയാൻ പാടില്ലാത്ത മറ്റാരോ ആണെന്ന്. അല്ല, സത്യമായിട്ടും ജ്യോതിഷരത്നം തന്നെയാ. എവിടുന്ന് കിട്ടി ഈ ബിരുദം? അല്ല, അത് നമ്മളും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്ന് കൽപ്പിച്ചു തരണതാ. കണ്ടിട്ട് ഒരുപാട് നാളായി. 4-5 കൊല്ലം മുമ്പെങ്ങാണ്ട് വന്നിട്ട് പോയി എന്ന് മൊയ്മത് പറഞ്ഞു. ആ, ഇടയ്ക്കൊന്ന് വന്നു പോവും. ജീവിതമൊക്കെ സുഖമല്ലേ? കാശൊക്കെ ഒരുപാടുണ്ടാക്കിയോ? മോശം. വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ മെച്ചമുള്ളൂ. വല്ല സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വരും. നാട്ടുംപുറത്ത് ഇപ്പൊ ആർക്കും ഒരു വിശ്വാസം ഇല്ലാണ്ടായി. പുത്തമ്പുരക്കാരുള്ളത് കൊണ്ട് അഷ്ടിക്ക് മുട്ടില്ല. അപ്പൂട്ടനേരെന്ത് പറയുന്നു? മൂപ്പർക്ക് ഇപ്പൊ അസുഖം ഒന്നുമില്ല. പ്രതിവിധികളൊക്കെ ചെയ്ത് ദോഷകാലം എല്ലാം മാറി. അല്ല, മാറ്റി. ചോദിച്ചു എന്ന് പറയണം. ഉവ്വ്. അപ്പൊ എന്താ കുടിക്കാൻ? എന്തും. അത്താഴം കഴിച്ചിട്ട് പോയാലോ? ഉവ്വ്. വിശേഷായി, സന്തോഷായി. മാലിനി, അത്താഴത്തിന് എന്തിരത്നോ? ജ്യോതിഷരത്നം. ആ, ജ്യോതിഷരത്നം കൂടി ഉണ്ടാവും. അതെ. ഓ, എന്തൊരു ചൂട്, അർക്കദോഷം. എന്ത് കാര്യവും ഗ്രഹനില നോക്കി ചെയ്യുന്നതാ ഉത്തമം. ഗ്രഹങ്ങൾക്കൊക്കെ നമ്മളിൽ വലിയ സ്വാധീനമുണ്ട്. ഈ വാവുണ്ടാവുമ്പോ ആസ്മക്കാർക്ക് വലിവ് മൂർച്ഛിക്കുന്നത് കണ്ടിട്ടില്ലേ? ചന്ദ്രന്റെ സ്വാധീന. പണിക്കർക്ക് ഇപ്പൊ ഏത് ദശയാ? ബുധൻ വിദ്യാകാരനാ. അതെ, ആ. ആ ദശയുള്ള ഒരു കാലാണ് ഉണ്ടാവും. ചിലപ്പോ എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട്. അപ്പൊ ഇക്കോ? ആയിക്കോട്ടെ. ഏഭ്യന്മാരുമായിട്ടുള്ള സഹവാസം. പാരഫലം ശരിയായി. ഓ, 10 റുപ്യ പ്രതീക്ഷിച്ചതാ, നഷ്ടായി. കുഞ്ഞിരാമ ഒന്ന് നിന്നേ. അല്ല കുഞ്ഞിരാമേട്ടാ, നിങ്ങൾ ആനപ്പണി തീർത്ത് ഉപേക്ഷിച്ചു? ഏയ്, ഒരാനയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. വില കൊണ്ട് ചേർന്നാ ഉടനെ കൊണ്ടുവരും. ലക്ഷണമൊത്ത പശുവിനെ വാങ്ങാൻ ഞാൻ തന്നെ പോണെന്ന് ജാനുമ്മയ്ക്ക് നിർബന്ധം. കൊറേ കാലായി ഞാൻ തന്നോടൊന്ന് പറയണമെന്ന് എന്താ വിചാരിക്കുന്നു. പണിക്കരേ? പറയട്ടെ. പറയുന്നതിനിപ്പ എന്താ? പശുവിനെയും കൊണ്ടുള്ള തന്റെ വരവിനൊരു അന്തസ്സുണ്ട്. ആനയേക്കാൾ തനിക്ക് ചേർച്ച ഇക്കന്നാലിയാ. താൻ ആളെ കുരങ്ങളിപ്പിക്കണ്ട. താൻ ഒരുത്തുണ്ടാക്കി വെച്ച വേല ഇതൊക്കെ. ആനക്കാരി മുഴക്കണം താൻ തന്നെയാ. അപ്പൂട്ടനാര് ഞാൻ പറഞ്ഞത് കേൾക്കോ അതോ താൻ പറഞ്ഞത് കേൾക്കോ എന്ന് നമുക്കൊന്ന് കാണാം. ആ, എന്താണ് നിന്ന് ചിരിക്കണേ? നിന്റെ അച്ഛൻ ചത്താ? നിങ്ങൾക്ക് പറ്റോ? നീ ആണക്കേടാ. ഓരോരോ ആരോധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. കൊല്ലി ഞാൻ തന്നെ. ഞാൻ കുഞ്ഞിരാമനെ കൊണ്ട് പശുവിനെ തീറ്റയും കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യിക്കണ്ട. അയാള് വലിയ വിഷമത്തിലാ. എന്തിനാ വിഷമിക്കണേ? ചോദിക്കുമ്പോഴൊക്കെ നെല്ലും സാധനങ്ങളും കാശും കൊടുക്കണില്ലേ? എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ അയാളൊരു ആനക്കാരനല്ലേ, മറ്റു പണികൾ ചെയ്യിക്കണ എങ്ങനെയാ? എന്താ വല്ല കടപ്പാടും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയുണ്ട് ഒരു ഗതികേട്? പയ്യ വലിയ വികൃതിയാ. തൊടി മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചു. കെട്ടഴിഞ്ഞു പോയതാ. ഒരു നേന്ത്രവാഴ ഓടിച്ചു. അതിന്ന് ഉണ്ണാൻ ഒരു തൂശനില മുറിച്ചു. അത് മുടക്കണ്ട, വന്നോളൂ. എന്നാ ഇത് വെച്ചോ, എനിക്കിപ്പത് മതി. ഹോ.